ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മോക്ഷ കവാടത്തിന്റെ താക്കോൽ. മന്ത്രങ്ങളെ കുറിച്ച് വളരെ രഹസ്യമായിരിക്കുന്നതും വളരെ അഗാധ തലത്തിലേക്ക് ചിന്തിക്കപ്പെടേണ്ടതുമായിട്ടുള്ള കുറച്ച് ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, മന്ത്രം എന്ന് പറയുന്നത് മോക്ഷ സാധനയാണ്. മനസ്സിന്റെ തലമാണ് മന്ത്രം. അപ്പം എന്താണ് മന്ത്രരഹസ്യം? എന്താണ് മന്ത്രം? സൂക്ഷ്മ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്? മന്ത്രസിദ്ധി ഇങ്ങനെ എന്തുകൊണ്ടാണ് നമുക്ക് കുറച്ച് ആളുകൾ പല മന്ത്രങ്ങൾ ജപിച്ചിട്ടും അവർക്ക് സിദ്ധമാവാത്തത്? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. തീർച്ചയായിട്ടും മന്ത്രജപം, ഇപ്പൊ ഒരു ചെറിയ മന്ത്രം ഓം നമഃശിവായ ആണെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവ, ഇങ്ങനെ ചെറിയ ചെറിയ മന്ത്രങ്ങൾ ജപിക്കുന്നത് പോലും നമ്മൾ എങ്ങനെ ജപിച്ചാൽ നമുക്ക് അതിന്റെ കൂടുതൽ പ്രയോജനം, അതിന്റെ മാക്സിമം പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം, ആ ദേവതാ സങ്കല്പം നമ്മുടെ ഉള്ളിൽ എങ്ങനെ ഉണർത്താം എന്നുള്ളതിനെ കുറിച്ചുള്ള ലഘുവായ ചില വിവരണങ്ങളാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവർക്കും അത് പ്രയോജനപ്പെടും. മന്ത്രദീക്ഷയുള്ളവർക്കും ദീക്ഷയില്ലാത്തവർക്കും എല്ലാം തന്നെ പ്രാഥമികമായിട്ടുള്ള ചില വിവരങ്ങൾ ഇതിൽ നിന്നും തീർച്ചയായും ലഭിക്കും. അപ്പൊ മന്ത്രരഹസ്യം, മനനാൽ ത്രായതേ ഇതി മന്ത്രഹ എന്നാണല്ലോ മന്ത്രത്തെ കുറിച്ച് പറയുന്നത്. മനനം അഥവാ ചിന്തനം കൊണ്ട് സാധകനെ ജനന മരണ പ്രവാഹ സ്വരൂപമായിരിക്കുന്ന സംസാരത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്നാണ് മന്ത്രശബ്ദത്തിന്റെ അർത്ഥം. മന്ത്രത്തിന്റെ പ്രഭാവം കൊണ്ട് സാധകൻ പാമ വിമുക്തനായി സ്വർഗത്തെയും നിർവാണത്തെയും പ്രാപിക്കുന്നു. ചതുർവിധ പുരുഷാർത്ഥങ്ങളായിരിക്കുന്ന ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ ഫലത്തെയും പ്രാപിക്കാം. മനസ്സുകൊണ്ടുള്ള സാധന ആയതുകൊണ്ടാണ് മന്ത്രം എന്ന് പറയുന്നത്. മനസ്സും ത്രാണനവും കൂടി ചേർന്നതാണ് മന്ത്രം. മനനം സാധകന്റെ ത്രാണനം ഈശ്വരന്റെ ശക്തിയാണ്. രണ്ടും കൂടി ചേരുമ്പോൾ സംസാരം അടങ്ങി അമൃതത്വം പ്രകാശിക്കുന്നു. ദേവതാനാമമാണ് മന്ത്രം. നാമവും രൂപവും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. മന്ത്രം ഒരു ദിവ്യ ശക്തിയാണ്. ദേവതാശക്തി എന്ന് പറയാം. ഹൃദയാകാശത്തിൽ സ്ഫുരിക്കുന്ന ദിവ്യശക്തി. മന്ത്രവും മന്ത്രദേവതയും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത്, നമ്മൾ ഏത് മന്ത്രം ജപിച്ചാലും അതിനൊരു ദേവതാ സങ്കല്പം ഉണ്ട് എന്നുള്ളതാണ്. മന്ത്രശക്തി സാധകന്റെ സാധനാശക്തിയെ വളർത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. മന്ത്രപുരസ്സരണം കൊണ്ട് ദേവതാ സ്വരൂപം മനസ്സിൽ പ്രകാശിക്കുന്നു. മന്ത്രജപം ചൈതന്യത്തെ ഉണ്ടാക്കുന്നു. ചൈതന്യം മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയാണ്. ശ്രദ്ധയോടുകൂടി ജപിച്ചാൽ വളരെ വേഗത്തിൽ ഇഷ്ടദേവതാസിദ്ധി കൈവരുന്നു. ഭക്തിയോടും മന്ത്രാർത്ഥം ഗ്രഹിച്ചും മന്ത്രദേവതാ ധ്യാനത്തോടും കൂടി ഏകാന്തമായ മന്ത്രജപം ചിത്തമാലിന്യങ്ങളെ അകറ്റി ചിത്തശുദ്ധി കൈവരുത്തുന്നു. ഏതൊരു ദേവതാ നാമത്തോടും പ്രണവം പൂർവമായും നമ അന്ത്യത്തിലും ചേർത്ത് ജപിക്കാവുന്നതാണ്. എന്നാൽ ദേവതാ ബീജത്തോടുകൂടി ജപിക്കുന്ന മന്ത്രത്തിന് ശക്തി വളരെ കൂടുതലാണ്. പ്രധാനമായും മന്ത്രങ്ങൾക്ക് 6 ഘടകങ്ങളാണ് ഉള്ളത്. നമ്മൾ ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു മന്ത്രം എടുത്ത് ജപിക്കുമ്പോൾ ഇതുകൂടി ചേർത്ത് ജപിക്കുകയാണെങ്കിൽ ആ ഒരു ദേവതയ്ക്ക് കൂടുതൽ ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ഒന്ന് അറിയുന്നത്. ആ 6 ഘടകങ്ങൾ ഋഷി, ഛന്ദസ്, ദേവത, ബീജം, കീലകം, പ്രയോജനം. ഋഷി എന്ന് പറഞ്ഞാല് അതാത് മന്ത്രം ജപിച്ച് മന്ത്രസിദ്ധി വരുത്തിയ ഋഷി എന്നർത്ഥം. മാത്രമല്ല, നമ്മള് ഒരു മന്ത്രത്തിന് മന്ത്രദ്രഷ്ടാവെന്നാണ് ഋഷിയെ പറയുന്നത്. ആ ഒരു പശ്യന്തി തലത്തിൽ ആ ദേവതയെ ധ്യാനിച്ച് ആ ഒരു പ്രത്യേക രീതിയിലുള്ള ധ്യാന ശ്ലോകം എടുത്ത് ധ്യാനിച്ച് ആ ദേവതയെ പശ്യന്തി തലത്തിൽ ദർശനം കിട്ടിയ ആളാണ് ഋഷി. അദ്ദേഹമാണ് മന്ത്രത്തെ കണ്ടുപിടിച്ചതും മറ്റുള്ളവർക്ക് ഉപദേശിച്ചതും. അതുകൊണ്ട് പ്രസ്തുത മന്ത്രം ആര് ജപിച്ചാലും മന്ത്രരചയിതാവായിരിക്കുന്ന ഋഷിയെ ഓർക്കണം. ഛന്ദസ് പദങ്ങളുടെ വൃത്തങ്ങളെ കുറിച്ചുള്ള ഒരു ശാസ്ത്രമാണ്. ഓരോ ദേവതാനാമങ്ങളും ഈ വൃത്ത ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി രചിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. ദേവത എന്നാൽ ഓരോ മന്ത്രത്തിനും ഓരോ ദേവതയുണ്ട്. അവയെ സൂചിപ്പിക്കുന്നു. ബീജം എന്നാൽ ഓരോ ദേവതയും ഓരോ ബീജമന്ത്രത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ഗണപതി മന്ത്രം എടുക്കുകയാണെങ്കിൽ ഗം എന്ന് പറയുന്നതാണ് ഗണപതി ബീജം. ലക്ഷ്മി മന്ത്രത്തിന് ശ്രീം എന്നും, ത്രിപുര ബീജം ഹ്രീം എന്നും, ധൂമാവതി ബീജം ധൂം എന്നും, ഭൂമിയുടെ ബീജം ഗ്ലൗം എന്നും, കാമബീജം ക്ലീം എന്നും, ദുർഗാ ബീജം ദും എന്നും, കാളി ബീജം ക്രീം എന്നുമൊക്കെ പറയപ്പെടുന്നു.
കീലകം എന്ന് പറഞ്ഞാല് മന്ത്രശക്തിയുടെ പരിധി, അതായത് അടപ്പ്. ആ ഒരു കോർക്ക് കൊണ്ട് അടച്ചതുപോലെയുള്ള ഒരു ഘടകം അത് എപ്പോഴും ബീജാക്ഷരങ്ങളില് ഉണ്ട്. എപ്പോഴും ബീജാക്ഷരത്തിൽ മറ്റൊരു സ്വരാക്ഷരം ചേർത്ത് ഉണ്ടാക്കിയതായിരിക്കും. ഈ അടപ്പ് മാറ്റുമ്പോഴാണ് അന്തർലീനമായിരിക്കുന്ന മന്ത്രചൈതന്യം ഉദ്ദീപിക്കപ്പെടുന്നത്. നിഗൂഢ മന്ത്രചൈതന്യ ഉദ്ദീപനത്തിനുള്ള അടപ്പ് തുറക്കലാണ് ഈ കീലകം എന്ന് പറയുന്നത്. പ്രയോജനം, ഏത് മന്ത്രം ജപിക്കുമ്പോഴും എന്താണ് പ്രയോജനം എന്ന് പറഞ്ഞ് ജപിക്കേണ്ടതാണ്, അല്ലെ? ഉദാഹരണമായിട്ട് ഏത് സൽമന്ത്രം ഉപയോഗിച്ചും ഉച്ചാടനം, മാരണം, സ്തംഭനം, മോഹനം, വശ്യം എന്നിവ ചെയ്യാൻ സാധിക്കും. അത് മന്ത്രസിദ്ധി വന്ന വ്യക്തിയുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പൊ മന്ത്രവും ഇഷ്ടദേവതയും സിദ്ധി വന്നു കഴിഞ്ഞാൽ മന്ത്രദേവതയും സാധകനും ഒന്നായി ഭവിക്കും. ഇപ്പൊ മന്ത്രശാസ്ത്ര പ്രകാരം 7 കോടി മന്ത്രങ്ങളും അത്രയും തന്നെ മൂർത്തികളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആചാര്യമതം അങ്ങനെയാണ്. ഉപാസനയ്ക്ക് ഒരു സാധകൻ ആരംഭിക്കുമ്പോൾ ഏത് മന്ത്രമാണ് ശിഷ്യന് ഉപദേശിക്കേണ്ടതെന്നും ഏതാണ് എളുപ്പത്തിൽ സിദ്ധി വരുന്നതെന്നും ഗുരു ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിന് മന്ത്രകോഷ്ട ചിന്ത എന്ന് പറയും. ഉപാസകന്റെ നക്ഷത്രത്തിന് യോജിച്ചതും പൂർവജന്മത്തിൽ ഉപാസിച്ച ദേവതയും കോഷ്ടചിന്തയിലൂടെ നിർണയിക്കണമെന്ന് പറയാറുണ്ട്. എന്നാൽ ചില മന്ത്രങ്ങൾക്ക് കോഷ്ടചിന്ത ആവശ്യമില്ലെന്നും വിധിയുണ്ട്. ഗായത്രി, ത്രിപുര, ബാല തുടങ്ങിയ ശുദ്ധമന്ത്രങ്ങൾക്ക് കോഷ്ടചിന്തയുടെ ആവശ്യമില്ല. ത്രിപുര എന്നാൽ ശ്രീവിദ്യയാണ്. ത്രിപുര മന്ത്രങ്ങൾ പലതുണ്ടെങ്കിലും ഗായത്രിക്ക് അർഹതയില്ലാത്തവർക്ക് അതിന് തുല്യമായി കൽപ്പിച്ചിട്ടുള്ളതാണ് ശ്രീവിദ്യ. ത്രിപുര ശബ്ദത്തിന് പുരത്രയം അല്ലെങ്കിൽ കൂടത്രയം എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. അതിനെ കൂടത്രയ സഹിതമായിരിക്കുന്ന ശ്രീവിദ്യയായിട്ടാണ് കരുതുന്നത്. മന്ത്രാർത്ഥ ചിന്തനയിൽ ഗായത്രിയും ശ്രീവിദ്യയും ഒന്നാണ് പരിവസ്യ രഹസ്യത്തിൽ പറയുന്നുണ്ട്. ഒരു ശുഭമുഹൂർത്തത്തിൽ പിതാവ് അല്ലെങ്കിൽ ആചാര്യൻ ഹൃദയം കൊണ്ട് ക്രിയകളെ കൊണ്ട് മന്ത്രദേവതയും ശിഷ്യന്റെ ആത്മാവിനെയും ഒന്നാക്കി തീർക്കുന്നു, ശിഷ്യനെ തേജോമയനാക്കി തീർക്കുന്നു എന്നാണ് ഈ പറഞ്ഞ ദീക്ഷ എന്നുള്ള നാമം കൊണ്ട്. അതായത് ഒരു മന്ത്രം ഒരു ഗുരുവിൽ നിന്ന് ലഭിക്കുമ്പോൾ ആചാര്യൻ അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്നു, മന്ത്രത്തിന്റെ പിതാവ്. അപ്പോ ഹൃദയത്തില് ഇരിക്കുന്ന താൻ സിദ്ധി വരുത്തിയ മന്ത്രം തന്റെ ശിഷ്യന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഹൃദയത്തിൽ ഇരിക്കുന്ന മന്ത്രം എന്ന് പറയുമ്പോൾ സിദ്ധി വരുത്തിയ മന്ത്രം തേജോമയമാണ്. ശിഷ്യനും അതുപോലെ തേജോമയനായി തീരുന്നു. മന്ത്രസിദ്ധി വന്ന ആളിന് മാത്രമേ മന്ത്രോപദേശം കൊടുക്കാൻ അർഹതയുള്ളൂ. ഉപദേശിക്കുന്ന മന്ത്രത്തിൽ കൂടസ്ത്രം ഉണ്ടായിരിക്കണം. കൂടസ്ഥം എന്ന് മന്ത്രത്തിന്റെ കൽപ്പവിധി, അതായത് ആചാര്യൻ ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കണം. കൂടാതെ മന്ത്രത്തെ പ്രാണനിൽ ചേർത്ത് ജപിക്കാനുള്ള വിദ്യയും നിർലോഭം നിറഞ്ഞ മനസ്സോടുകൂടി ശിഷ്യൻ ഉപദേശിക്കണം. എങ്കിൽ മാത്രമേ മന്ത്രസിദ്ധി സമയപരിധിക്കുള്ളിൽ ലഭിക്കുകയുള്ളൂ. മന്ത്രസിദ്ധി എന്നാൽ ഏത് ദേവതയുടെ മന്ത്രമാണോ ജപിക്കുന്നത് ആ ദേവതയെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നു. മന്ത്രജപം ആരംഭിക്കുന്നതിന് മുമ്പായി ആ ദേവതയെ സിദ്ധി വരുത്തി മന്ത്രമുണ്ടാക്കി ഉപദേശിച്ച ഋഷിയും ഛന്ദസിനെയും ദേവതയെയും ബീജവും കീലകവും ആവശ്യവും ആദ്യമേ ചൊല്ലണം. അത് കഴിഞ്ഞ് ദേവതാ രൂപധ്യാനം, അത് കഴിഞ്ഞ് മന്ത്രജപം, അവസാനം ക്ഷമാപണം എന്നിവ നടത്തേണ്ടതാണ്. ഏത് ദേവതയുടെ മന്ത്രം ജപിച്ചാലും ക്ഷമാപണ മന്ത്രം അത്യന്താപേക്ഷിതമാണ്. മന്ത്രം ഉരുക്കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആധ്യാത്മിക ശക്തി ജന്മാന്തര സംസ്കാര ബന്ധങ്ങളെയും ആത്മചൈതന്യത്തെയും ഉത്തേജിപ്പിക്കുന്നു. മന്ത്രജപം 3 തരത്തിലാണ്. മാനസിക ജപം, 2 ഉപാംശു, 3 വൈഖരി ജപം. മാനസിക ജപമാണ് ഏറ്റവും ശക്തി കൂടിയത്. കുറച്ചുനേരം ഉച്ചത്തിൽ ജപിച്ച ശേഷം കുറച്ചു സമയം മാനസികമായി ജപിച്ചും ശീലിക്കാം. ഉദയത്തിന് മുമ്പുള്ള ബ്രഹ്മമുഹൂർത്തമാണ് ജപധ്യാനങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ കാലമായി പറയപ്പെടുന്നത്. ജപം തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥന നടത്തണം. മാതാവ്, പിതാവ്, ഗുരു, വിഘ്നേശ്വരൻ, ഇഷ്ടദേവത എന്നീ പഞ്ചദേവതമാരെ അനുക്രമത്തിൽ ശിരസിന് മുകളിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങണം. മാതൃദേവി തവ പാദാരവിന്ദം നമോമ്യഹം, പിതൃദേവോ തവ പാദാരവിന്ദം നമാമ്യഹം, ഗുരുദേവോ തവ പാദാരവിന്ദം നമാമ്യഹം. അങ്ങനെ വിഘ്നേശ്വരൻ, ഇഷ്ടദേവത എല്ലാവരുടെയും പേര് പറഞ്ഞ് ആ പാദാരവിന്ദങ്ങളെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങണം. എന്നിട്ട് അസ്യശ്രീ മഹാമന്ത്രസ്യ, അതിന്റെ ഋഷി പറയണം, ഛന്ദസ്, ദേവത, ബീജം, കീലകം, ഇഷ്ടസിദ്ധ്യർത്ഥേ,
നമ്മൾ എന്തിനാണ് ജപിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ജപിക്കുന്നത്? ചതുർവിധ പുരുഷാർത്ഥ ഫലസിദ്ധർത്ഥേ തുടങ്ങിയ ആവശ്യം പറഞ്ഞ് ദേവതാ ധ്യാനവും കഴിഞ്ഞ് മന്ത്രജപം തുടങ്ങാം. 108ന്റെ ഗുണിതത്തിൽ എത്ര വേണമെങ്കിലും ജപിക്കാം. ജപമാല ഉപയോഗിക്കുന്നത് നല്ലതാണ്. ജപമാല ഉപയോഗിക്കുമ്പോൾ തള്ളവിരലും മോതിരവിരലും ഉപയോഗിച്ച് മണികൾ നീക്കണം. ചൂണ്ടുവിരലും മധ്യവിരലും നിഷിദ്ധമാണ്. കാരണം ചൂണ്ടുവിരൽ ഭുക്തിയാണ്, നടുവിരൽ മുക്തിയാണ്, മോതിരവിരൽ ഭക്തിയാണ്, ചെറുവിരൽ സിദ്ധി. ഇക്കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത്. ഓരോ അക്ഷരവും വ്യക്തമായി ഉച്ചരിക്കണം. വേഗത കുറച്ച് സാവധാനമാണ് ജപിക്കേണ്ടത്. കിഴക്കോ വടക്കോ തിരിഞ്ഞിരുന്ന മന്ത്രം ജപിക്കാം. ജപിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയിൽ പ്രാപഞ്ചിക വിഷയങ്ങളൊന്നും ഈശ്വരനോട് യാചിക്കരുത്. ഗുരു ഉപദേശിച്ച മന്ത്രം വളരെ നിഗൂഢമായി കാത്തുസൂക്ഷിക്കണം. മന്ത്രത്തെക്കുറിച്ച് ആരോടും ചർച്ച ചെയ്യാൻ പാടില്ല. മനോജപം എപ്പോ വേണമെങ്കിലും ആകാം. ജപം ഹൃദയത്തെ ശുദ്ധമാക്കുന്നു, മനസ്സിനെ ഏകാഗ്രമാക്കുന്നു, ജനന മരണങ്ങളെ അകറ്റുന്നു, പാപങ്ങളെ നശിപ്പിക്കുന്നു, വൈരാഗ്യം വളർത്തുന്നു, ആശകളെ നശിപ്പിക്കുന്നു, മായാമോഹത്തെ തീർക്കുന്നു, ശാന്തി കൈവരുത്തുന്നു. മാത്രമല്ല നമ്മുടെ ഉള്ളിൽ ഈശ്വര ബോധത്തെ ഉണ്ടാക്കുന്നു. മന്ത്രം എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആത്മാവിന്റെ രൂപം പ്രകാശവും ആത്മശക്തി അഥവാ ജീവശക്തിയുടെ രൂപം ശബ്ദവുമാകുന്നു. നമ്മൾ ദേവിയെ നാദാത്മിക എന്നാണ് പറയുന്നത്, അല്ലെ? ശരീരത്തിലെ 1,72,000 യോഗനാഡികളിൽ 1,00,000 യോഗനാഡികളാണ് പ്രപഞ്ച രഹസ്യം മുഴുവനും ആലേഖനം ചെയ്തിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. മനുഷ്യ ശരീരം പ്രപഞ്ചത്തിന്റെ ചെറിയ രൂപവും പ്രപഞ്ചം മനുഷ്യ ശരീരത്തിന്റെ വലിയ രൂപവുമാണല്ലോ. പ്രപഞ്ചത്തിലുള്ളതെല്ലാം തന്നെ മനുഷ്യ ശരീരത്തിലുണ്ട്. ഇപ്രകാരം സൽദേവതകളും ദുർദേവതകളും തന്നെ ശരീരത്തിൽ തത്വരൂപേണ ആലേഖനം ചെയ്തിട്ടുണ്ടെന്നർത്ഥം. ഓരോ ദേവതയുടെയും ബീജമന്ത്രം ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക തരംഗങ്ങൾ, അതായത് ദേവതകളെ ആലേഖനം ചെയ്തിരിക്കുന്ന യോഗനാഡികളിൽ നിന്ന് വളരാൻ തുടങ്ങുന്നു. ജീവശക്തിയുടെ സഹായത്തോടുകൂടി അവസാനം ദേവതാ ദർശനവും സാധ്യമാകുന്നു. ഒരാൾ ഗണപതി മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തുമ്പോൾ അയാളുടെ ശരീരത്തിലെ തന്നെ രൂപമില്ലാത്ത ആത്മാവും ആത്മാവിന്റെ ശക്തിയും കൂടി ചേർന്നാണ് ഭക്തന്റെ മനസ്സാകുന്ന പാത്രത്തിലെ സങ്കല്പ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാതെ വെളിയിൽ നിന്നൊരു ഗണപതി വന്ന് പ്രത്യക്ഷപ്പെടുന്നതല്ല. ഇതാണ് ശരിക്കും മന്ത്ര രഹസ്യം എന്ന് പറയുന്നത്. ഇപ്രകാരമാണ് ശരീരത്തിൽ മന്ത്രം പ്രവർത്തിക്കുന്നത്, ഇഷ്ടദേവതാ സിദ്ധി ഉണ്ടാകുന്നത്. ഇതിനായി മന്ത്രജപം ചെയ്യുന്ന എല്ലാവരും തന്നെ ചില നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. നിത്യകർമ്മം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നിത്യവും ചെയ്യുന്ന കർമ്മം എന്നാണ്. ആധ്യാത്മിക സാധനയിൽ നിത്യകർമ്മത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ആചാര്യനിൽ നിന്ന് മന്ത്രദീക്ഷയോ മറ്റ് ദീക്ഷകളോ ലഭിച്ചു കഴിഞ്ഞാൽ ശുഭകാലങ്ങളിൽ ആവക ദീക്ഷയെ സ്വജീവിതത്തിൽ ക്രമമായി അനുഷ്ഠിക്കുന്നതിനെയാണ് ഇവിടെ നിത്യകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധകൻ ത്രിസന്ധ്യകളിലും സാധന അനുഷ്ഠിക്കേണ്ടതാണെന്ന വ്യവസ്ഥ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും ഉച്ചയ്ക്കും സൂര്യാസ്തമനം കഴിഞ്ഞുള്ള സന്ധ്യാസമയത്ത്, അതായത് ത്രിസന്ധ്യകള് നമ്മള് എന്താ പറയുക, ഈ കർമ്മങ്ങളെല്ലാം പിന്തുടരണം. ഏതെങ്കിലും അനുഷ്ഠാനങ്ങൾക്ക് ഉചിതമായ സമയം ബ്രഹ്മമുഹൂർത്തം തന്നെയാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് സ്വതവേ ശുദ്ധിയുള്ള ജലത്തിൽ അഗ്നിയെ പ്രവേശിപ്പിച്ച് ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം പൂജാമുറിയിലോ നിത്യകർമ്മത്തിന് നീക്കിവെച്ചിട്ടുള്ള സ്ഥലത്തോ ദീപം കൊളുത്തി ഒരു ജലപാത്രത്തിൽ ജലവും വെച്ച്, കഴിയുമെങ്കിൽ ഒരു ചന്ദനത്തിരിയും കത്തിച്ചു വെച്ച് മന്ത്രജപമോ ധ്യാനമോ ഏത് അനുഷ്ഠാനമോ ആരംഭിക്കാം. ഈ അവസരത്തിൽ ന്യായമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്തിനാണ് ദീപവും ജലവും വയ്ക്കുന്നതെന്ന്. അത് ശിവാരാധന നടത്തുമ്പോൾ ജപിക്കുന്ന പഞ്ചാക്ഷരങ്ങളുടെ അർത്ഥം ഇനി പറയുന്ന വിധമാണ്: നകാരം ഭൂമി, മകാരം ജലം, ശികാരം അഗ്നി, വകാരം വായു, യകാരം ആകാശം. യഥാർത്ഥത്തിൽ നാം പഞ്ചഭൂതങ്ങളെയാണ് പഞ്ചാക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നാം സാധനയ്ക്ക് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ഭൂമിയും വായുവും ആകാശവും ഉണ്ട്. ഇല്ലാത്തവ അഗ്നിയും ജലവുമാണ്, അല്ലെ? അതായത് എല്ലാം കൂടി ചേരുമ്പോൾ പഞ്ചഭൂതങ്ങൾ പൂർണ്ണമാകുന്നു എന്നർത്ഥം. പഞ്ചഭൂതങ്ങളുടെ പൂർണ്ണത സാധകന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദീപവും ജലവും വയ്ക്കുന്നത്. രാവിലെയും വൈകുന്നേരവും 2 നേരമെങ്കിലും സാധകൻ നിത്യകർമ്മം ചെയ്യണം. ജോലിക്കും മറ്റും പോകുന്നവർക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഈശ്വര സ്മരണയോടുകൂടി മന്ത്രജപത്തോടെ കഴിയണം. ഈശ്വരനും നാമും തമ്മിലുള്ള അകലം, ഒരിക്കൽ നാം ഈശ്വരനെ സ്മരിച്ച ശേഷം രണ്ടാമത് സ്മരിക്കുന്നത് വരെയുള്ള സമയദൈർഘ്യമാണ്. ഈ ദൈർഘ്യം കുറച്ചു കൊണ്ടുവരുവാൻ മനനവും മാനസിക ജപവും സഹായിക്കും. വൈകുന്നേരം പുറത്തു പോകുന്നവർ വീട്ടിൽ വന്നു ചേർന്നാൽ ശരീരശുദ്ധി വരുത്തി നിത്യകർമ്മം നടത്തണം.
ആയതിനു ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ. കഴിയുന്നതും എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ നിത്യകർമ്മം ചെയ്യണം. അതുപോലെ തന്നെ കൃത്യമായ സമയദൈർഘ്യം നിത്യകർമ്മത്തിന് ആവശ്യമാണ്. പ്രാതസന്ധ്യയിലെങ്കിലും സമയനിഷ്ഠ വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിത്തത്തിന്റെ ഏകാഗ്രത നിലനിർത്താൻ സമയനിഷ്ഠ ആവശ്യമാണ്. കരാറുകാരൻ പണി തീർക്കുവാൻ ബന്ധപ്പെടുന്നത് പോലെ ആകരുത് നിത്യകർമ്മം. കൃത്യസമയം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കൃത്യസ്ഥലവും ഇരിപ്പും എല്ലാം തന്നെ. സത്വശുദ്ധി വർദ്ധിക്കുന്ന സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. നിത്യേന ഒരു സ്ഥലത്തിരുന്ന് നിത്യകർമ്മം ചെയ്യുന്നതാണ് ഉചിതം. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദനയോ വലിവോ ഉണ്ടാകാത്ത വിധം ഏതെങ്കിലും ഒരു ആസനം തിരഞ്ഞെടുത്ത്, ഇതിനെയാണ് നമ്മൾ സുഖാസനം എന്ന് പറയുന്നത്. അർത്ഥപഞ്ചാസനവും നല്ലതാണ്. ലൗകിക കാര്യങ്ങൾക്കും ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്തും ഇടതുകാൽ മുകളിൽ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കണം. മോക്ഷമന്ത്രം ജപിക്കുമ്പോഴും പുരുഷദേവന്മാരെ ആരാധിക്കുമ്പോൾ ഉപാസിക്കുകയോ ചെയ്യുമ്പോഴും അർത്ഥപഞ്ചാസനത്തിൽ വലതുകാൽ മുകളിൽ വരത്തക്കവണ്ണം ഇരിക്കുന്നത് നല്ലതാണ്. കൂടാതെ ഇരിപ്പടം മാൻതോലോ ദർഭയോ കമ്പിളി വസ്ത്രങ്ങൾ ഉപയോഗിച്ചതോ വേണം. നിലത്തിരിക്കാൻ പാടില്ല. കാരണം സാധനാ സമയം ശരീരത്തിൽ ഉണ്ടാകുന്ന തരംഗശക്തികൾ നഷ്ടപ്പെടാതിരിക്കാനാണ് ഇപ്രകാരം ചെയ്യുന്നത്. ചൊടിയും ഉണർവും അത്യന്താപേക്ഷിതമാകുന്നു. നിത്യകർമ്മം അവസാനിക്കുന്നതിന് മുമ്പായി 10 മിനിറ്റോളം ഇരുന്ന് പതുക്കെ ദേവതാ സ്തുതിയോ കീർത്തനമോ മൂളുക. ദേവന്റെ പ്രേമസ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച ശേഷമാണ് എഴുന്നേൽക്കേണ്ടത്. സാധനകൾ നിത്യവും ദൃഢനിശ്ചയത്തോടും ചിട്ടയോടും കൂടി ചെയ്ത് ശീലിക്കുക. ഇനി അനുഷ്ഠാനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ യോഗ പദ്ധതിയുടെയും അനുഷ്ഠാന ക്രമങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. കർമ്മയോഗി, മന്ത്രയോഗി, ധ്യാനയോഗി, താരകയോഗി, അമനസ്ക യോഗി, ശിവയോഗി, രാജയോഗി, ജ്ഞാനയോഗി, ഇങ്ങനെ പല പല യോഗിമാരുണ്ട്. അവരവരുടെ ഗുരുക്കന്മാരിൽ നിന്നും അവര് ഗുരുപദേശ പ്രകാരമുള്ള വിദ്യകൾ കൃത്യമായി അനുഷ്ഠിക്കുന്നതിനെയാണ് നമ്മൾ അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവിധ സാധന അനുഷ്ഠാനങ്ങളും വിശ്വാസത്തോടും ദൃഢചിത്തത്തോടും വൈരാഗ്യത്തോടും അനുഷ്ഠിക്കുന്നവരെല്ലാം തന്നെ എത്തിച്ചേരുന്നത് ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ്. അതിന് തർക്കമില്ലാത്ത കാര്യമാണ്. ഇത്തരം അനുഷ്ഠാനങ്ങളെല്ലാം ലക്ഷ്യമാക്കുന്ന വിവിധ മാർഗങ്ങൾ മാത്രമാണ്. ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നത് വരെ മാത്രമേ മാർഗത്തിന് പ്രത്യേക നാമമുള്ളൂ. എത്തിച്ചേർന്നാൽ എല്ലാവർക്കും ഒരു നാമം. നദിയുടെ കാര്യമെടുക്കാം. നദികളായിരിക്കുമ്പോൾ പ്രത്യേകം നാമവും രൂപവും സ്വഭാവവും ഉണ്ടെങ്കിലും നദികളെല്ലാം ലക്ഷ്യമാക്കുന്നത് സമുദ്രമാണ്. സമുദ്രത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പേരേ ഉള്ളൂ, സമുദ്രം. ഈ ഒരൊറ്റ നാമത്തിലായിരിക്കും അത് പിന്നെ അറിയപ്പെടുന്നത്. അതുപോലെ സാധാരണ അനുഷ്ഠാനത്തിൽ കാണുന്ന വ്യത്യാസം അനുഷ്ഠാനം ഏതെന്നുള്ളതിൽ പ്രസക്തമല്ല, ഏത് പ്രകാരത്തിലാണ് നമ്മൾ അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള മാനസിക അവസ്ഥയിൽ ചെയ്യുന്നു എന്നതാണ് പ്രധാനം. അനുഷ്ഠാന ക്രമങ്ങൾ നമ്മൾ ചിട്ടയായി പാലിക്കണം. ജനങ്ങൾ ഷോഡശാക്ഷരി, പഞ്ചദശാക്ഷരി, ബാല, ചിദംബരം, ഗണപതി, ഗായത്രി തുടങ്ങിയ മന്ത്രങ്ങൾ അനുഷ്ഠാനത്തിനായി തിരഞ്ഞെടുക്കാറുണ്ട്. മാതൃകാതിയുതങ്ങളായ മന്ത്രങ്ങളെ അനുഷ്ഠിക്കുന്നവർക്ക് അഷ്ട ഐശ്വര്യങ്ങളും ജ്ഞാനവും ലഭിക്കുന്നു എന്ന് പറയുന്നു. 12 വർഷമാണ് സാധനാകാലം. പുരുഷപ്രധാനമായിരിക്കുന്ന ദേവതാ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ പ്രാണൻ സൂര്യനാഡിയിലൂടെയും, സ്ത്രീരൂപ പ്രധാനമായിരിക്കുന്ന ദേവതാ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പ്രാണൻ ചന്ദ്രകലയിലൂടെയും, മറ്റാവശ്യങ്ങൾക്കായി മോക്ഷത്തിനുള്ള മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പ്രാണൻ സുഷുമ്ന മാർഗത്തിലൂടെയും സഞ്ചരിക്കും. ഈ വിധമാണ് അനുഷ്ഠാന സമയത്ത് ആസനം സ്വീകരിക്കേണ്ടത്. അർത്ഥപത്മാസനത്തിൽ വലതുകാൽ മുകളിൽ വെച്ചിരിക്കുമ്പോൾ പ്രാണൻ വലതുകാലിലൂടെയും, ഇടതുകാൽ മുകളിൽ വെച്ചിരിക്കുമ്പോൾ പ്രാണൻ ഇടതുകാലിലൂടെയും, 2 കാലും മുകളിൽ വെച്ച് പൂർണ്ണ പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ പ്രാണൻ സുഷുമ്നയിലൂടെയും സഞ്ചരിക്കുന്നു. ഈ രഹസ്യം മനസ്സിലാക്കി മന്ത്രം പ്രാണനോട് ചേർത്ത് ജപിക്കാതെ കോടി കൽപ്പകാലം സാധന ചെയ്താലും ഒരിക്കലും സിദ്ധി ഉണ്ടാവുകയില്ല. എല്ലാ മന്ത്രങ്ങളും സുഷുമ്ന നാഡിയിൽ ഉണർച്ചയെ പ്രാപിക്കുക എന്നതാണ് കുലാർണവ തന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ മന്ത്രങ്ങളും സുഷുമ്നയിൽ ഉപാസിക്കണം. അപ്രകാരം സാധകം ചെയ്യുന്നതാകയാൽ പ്രാണൻ ഉള്ളിലടക്കി ആത്മദർശനം ലഭിക്കുന്നതാണ്. ആത്മമന്ത്രസ്വരത്തിൽ 51 അക്ഷരങ്ങളുള്ളതിൽ ആ മുതൽ 12 അക്ഷരങ്ങൾ 12 മനുക്കളായും, കാ മുതൽ ഠാ വരെയുള്ള 12 അക്ഷരങ്ങൾ ദ്വാദശ ആദിത്യന്മാരായും, ഡാ മുതൽ ബാ വരെയുള്ള 11 അക്ഷരങ്ങൾ ഏകാദശ രുദ്രന്മാരായും, ഭാ മുതൽ ഷാ വരെയുള്ള 8 അക്ഷരങ്ങൾ അഷ്ടവസുക്കളായും, സാ മുതൽ ഹാ വരെയുള്ള അശ്വനി ദേവന്മാരായിട്ടും, അനുസ്വാരം, വിസർഗം, ഉബ്ധമാനീയം, ജിഹ്വാമൂലിയം എന്നിവ 4 ജീവന്റെ 4 കലകളാണെന്നും രഹസ്യം മനസ്സിലാക്കിയിരിക്കണം. ഈ രഹസ്യം നമ്മൾ അറിഞ്ഞിരിക്കണം.
സന്ധ്യ എന്ന് പറയുന്നതിന്റെ രഹസ്യം പ്രഭാതം, മധ്യാഹ്നം, സന്ധ്യകളല്ല. പ്രാണൻ സുഷുമ്നയിലൂടെ സഞ്ചരിക്കുന്ന സമയത്തെയാണ് സന്ധ്യ എന്ന ഒരു രഹസ്യം കൂടി സാധകൻ ഗ്രഹിക്കണം. യോഗനിഷ്ഠയിലൂടെ മാത്രം അറിയേണ്ട വസ്തുവിനെ അറിയാൻ കഴിയുള്ളൂ. മന്ത്രം കൂടാതെ യോഗവും യോഗം കൂടാതെ മന്ത്രവും സാധ്യമല്ല. രണ്ടും ചേർത്ത് അഭ്യസിക്കുന്നതാണ് സിദ്ധി കാരണം. ഇരുൾ നിറഞ്ഞ മുറിയിലിരിക്കുന്ന പദാർത്ഥം വിളക്കിന്റെ സഹായത്താൽ കാണാൻ കഴിയുന്നത് പോലെ മായാവൃതമായിരിക്കുന്ന ആത്മാവിനെ മാത്രം കാണാൻ കഴിയും. ഇതാണ് സാധന അനുഷ്ഠാനത്തിന്റെ പര്യവസാനം. ആത്മപൂജയാണ് ശ്രേഷ്ഠം. ഇത് അജ്ഞാതമായ കൂരിരുട്ടിനെ അകറ്റി ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു, സത്യസ്വരൂപ ദർശനമായിട്ടും ഭവിക്കുന്നു. സനാതന ധർമ്മത്തിന്റെ മർമ്മം ശ്രദ്ധയാണ്. ഏത് അനുഷ്ഠാനവും ശ്രദ്ധയോടുകൂടി ചെയ്താൽ മാത്രമേ വളരെ വേഗം പുരോഗതി പ്രാപിക്കുകയുള്ളൂ. കൃത്യനിഷ്ഠ ശ്രദ്ധയിലെ ഒരു ഘടകമാണ്. സാധനകൾ എല്ലാ ദിവസവും കഴിയുന്നത്ര ഒരേ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. സാധനയ്ക്ക് സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല വായു സഞ്ചാരമുള്ളത്, അധികം ചൂടും തണുപ്പും ഏൽക്കാത്ത സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. അന്നശുദ്ധി, വസ്ത്രശുദ്ധി, ശരീരശുദ്ധി, വാക്ശുദ്ധി, ആന്തരിക ശുദ്ധി എന്നിവ ശ്രദ്ധയോടുകൂടി പാലിക്കപ്പെടണം. അതുതന്നെ യമനിയമങ്ങളിൽ ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിക്കുന്നതിലും സ്വീകരിക്കേണ്ടവയെ സ്വീകരിക്കുന്നതിലും ശുദ്ധി ഉണ്ടാകണം. ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നതിലും ഇഷ്ടദേവതയെ നിശ്ചയിക്കുമ്പോഴും എല്ലാം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നതാണ് വിജയരഹസ്യം. ഗുരു ഉപദേശത്തെ ഈശ്വരവാക്യമായി കാണണം. ആരോടും പറയാതെ വിശ്വാസത്തോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ടതുമാകുന്നു. വായിക്കുവാനുള്ള ഗ്രന്ഥങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതീവ ശ്രദ്ധയോടുകൂടി വേണം. വിഷയാനന്ദങ്ങളെ ബ്രഹ്മാനന്ദമാക്കി ഇഷ്ടദേവന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം. കർമ്മയോഗിയായ ഗൃഹസ്ഥന്മാർ നിത്യജീവിതത്തിൽ വളരെയേറെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പലപ്പോഴും വഴിവിട്ടു പോകാൻ ഇടയുണ്ട്. ശാസ്ത്രം, പുരാണം, ഇതിഹാസം മുതലായവ പഠിച്ചു കഴിഞ്ഞ് ഇവയുടെ രഹസ്യം മനസ്സിലാക്കിയ ശേഷം ഇവയെ ഉപേക്ഷിക്കാം. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും പഠിച്ചാലും ശ്രദ്ധയില്ലെങ്കിൽ അവരുടെ അന്തരാർത്ഥം ഗ്രഹിക്കാൻ കഴിയുകയില്ല. സംസാര സാഗരത്തിൽ നിന്ന് കയറുവാൻ ഉദ്ദേശിക്കുന്ന സാധകൻ വളരെ ശ്രദ്ധാലുവായിരിക്കണം. മോക്ഷപ്രാപ്തിയിലേക്കുള്ള മാർഗങ്ങൾ ധാരാളം ഉണ്ടെന്ന് നമ്മളിപ്പോ കണ്ടു. അതുപോലെ തന്നെ ധാരാളമായ യോഗ പദ്ധതികളുമുണ്ട്. ഓരോ ആശ്രമവും അതിലേതെങ്കിലും ഒരു മാർഗം പിന്തുടരുന്നവരാണ്. ഗുരു സഞ്ചരിച്ച് സാക്ഷാത്കാരം നേടിയ വഴിയിലൂടെ തന്റെ അനുയായികളെയും നയിക്കുകയാണ് ഓരോ ആശ്രമക്കാരും പിന്തുടരുന്ന മാർഗം. ഭക്തിയോഗത്തിലാണ് മിക്ക ആശ്രമങ്ങളും നിലനിൽക്കുന്നത്. പുരാണ ഇതിഹാസങ്ങളുടെ വായന, സപ്താഹം, നവാഹം, ഐശ്വര്യ പൂജകൾ, ദോഷനിവാരണ പൂജകൾ, മന്ത്രദീക്ഷ, ഹോമങ്ങൾ എന്നിവയാണ് സാധാരണ ആശ്രമങ്ങളിൽ കണ്ടുവരുന്ന ക്രിയാമാർഗങ്ങൾ. ചില ആശ്രമങ്ങളിൽ മേൽപ്പറഞ്ഞവയെല്ലാം ഗൃഹസ്ഥന്മാർക്കും ഗൃഹസ്ഥ ശിഷ്യന്മാർക്കും മാത്രമായിട്ട് പരിമിതപ്പെടുത്തുകയും ബ്രഹ്മചാരികൾക്കും സന്യാസികൾക്കും പ്രത്യേക സാധനാനുഷ്ഠാനങ്ങൾ എന്ന ഏർപ്പാടും കണ്ടുവരുന്നുണ്ട്. സന്യാസം സ്വീകരിക്കുന്നവർക്കും സ്വീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നവർക്കും യോഗ ധ്യാന പരിശീലനങ്ങൾ നടത്തുന്നുമുണ്ട്. ഗുരുവിന്റെ ഇഷ്ടദേവതാ സങ്കല്പവുമായി ഉള്ളതാണ്. ഇവയെ കൂടാതെ ജ്ഞാനയോഗ ആശ്രമങ്ങളിലും വ്യത്യസ്തത കാണാൻ കഴിയും. ചില ആശ്രമക്കാർ ധ്യാനം മാത്രം ചെയ്യുമ്പോൾ ചിലർ പ്രാണായാമവും ധ്യാനവും ശീലിക്കുന്നു. ഇവയ്ക്കെല്ലാം പുറമെ ശിവയോഗം, ശരഭയോഗം, ഹംസയോഗം, ഗായത്രി ഉപാസന, കാളി ഉപാസന, കൃഷ്ണോപാസന, ഗണപതി ഉപാസന, ക്രിയായോഗം തുടങ്ങി കുണ്ടലിനി യോഗം തുടങ്ങിയ അനേക ഉപാസന ക്രമങ്ങൾ ശീലിപ്പിക്കുകയും ചെയ്യുന്ന ആശ്രമങ്ങളുണ്ട്. ആശ്രമങ്ങൾ തമ്മിൽ വ്യത്യസ്തത സാധനാനുഷ്ഠാനങ്ങളിൽ മാത്രമാണ്. എല്ലാ യോഗ പദ്ധതികളുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, മോക്ഷം. അപ്പൊ മേൽപ്പറഞ്ഞ വ്യത്യസ്തത കൂടാതെ തന്നെ ദർശനങ്ങളിലും വ്യത്യാസത്തിലും ആശ്രമധർമ്മങ്ങൾ പലതായി കാണാൻ കഴിയും. അദ്വൈതാശ്രമങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ദ്വൈതാശ്രമങ്ങൾക്ക്. വിശിഷ്ടാദ്വൈതവും ശുദ്ധാദ്വൈതവും ഭേദഭേദം, അചിന്ത്യ ഭേദവും ഒക്കെ തന്നെ ദർശനങ്ങളിൽ വിശ്വസിക്കുന്നവരുടെയും അനുഷ്ഠാനങ്ങൾ ഒന്നിനൊന്നിന് വ്യത്യസ്തമാകുന്നു. നമ്മൾ ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കുക, അതിൽ തന്നെ ജീവിതാവസാനം വരെ ഉറച്ചു നിൽക്കുക. അപ്പൊ നമുക്ക് നോക്കാം, എന്താണ് ഈ മോക്ഷ കവാടത്തിന്റെ താക്കോൽ? മോക്ഷം എന്ന് പറഞ്ഞാൽ ആ കവാടത്തിന്റെ താക്കോൽ മന്ത്രമാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇനി എന്താണ് ഈ താക്കോലിട്ട് ശുദ്ധ ജ്ഞാന സ്വരൂപനായിരിക്കുന്ന സദാശിവൻ 36 തത്വങ്ങളിൽ ഒരു തത്വം മാത്രമാണ്. ഈ സദാശിവനാകട്ടെ യോഗങ്ങളുടെ എല്ലാ ജ്ഞാനസാധനങ്ങളുടെയും പ്രഭവ സ്ഥാനവുമാണ്. യോഗികളുടെ മതപ്രകാരം മനസ്സിന്റെ വൃത്തിശൂന്യമായ ലയാവസ്ഥ തന്നെയാണ് നിർവികൽപ്പ സമാധി അഥവാ ലയസമാധി എന്ന് പറയുന്നത്. എല്ലാ യോഗ പദ്ധതികളുടെയും ലക്ഷ്യം നിർവികൽപ്പ സമാധി തന്നെയാണ്.
നിർവികൽപ്പ സമാധി ദ്വാര ആത്മസ്വരൂപ ബോധമാണ് യോഗി പിന്നെയും ഒട്ടേറെ മാർഗങ്ങളിൽ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. മുക്തിക്ക് ജ്ഞാനവും ആത്മശുദ്ധിക്ക് യോഗവും ഉതകുന്നു. യോഗം എന്നത് ഒരു പ്രവൃത്തി മാർഗമാണ്. മനസ്സിന്റെ ചിത്തവൃത്തികളാകുന്ന സങ്കല്പ വികല്പങ്ങൾ നിശേഷം സ്വസ്ഥാനങ്ങളിൽ ഒതുങ്ങുന്നതാണ് ലയം. വാസനകളാണ് ചിത്തവൃത്തികൾ വിക്ഷേപങ്ങളുടെ ആധാരവും. എന്നാൽ ചിത്തവൃത്തികളെ നിരോധിച്ചത് കൊണ്ട് മാത്രം സംസാര ദുഃഖത്തിൽ നിന്നുള്ള മോചനമാകുന്നില്ല. വൃത്തികൾക്ക് കാരണമായ ബീജങ്ങൾ നിശേഷം നശിക്കണം. വാസനാനാശത്തിന് അവിദ്യയാകുന്ന അജ്ഞാനം നീങ്ങണം. എത്രയോ കാലം നിരന്തരമായി നിർവികൽപ്പ സമാധി ശീലിക്കുമ്പോൾ സ്വയം എത്തിച്ചേരുന്ന അവസ്ഥയാണ് സഹജ സമാധി എന്ന് പറയുന്നത്. നിരന്തരമായ സഹജ സമാധിയിലൂടെ അജ്ഞാനം നീങ്ങുകയും വസ്തുബോധമുണ്ടാവുകയും ചെയ്യുന്നു. മനസ്സിൽ വാസനകൾ പൊന്തി വരാതിരിക്കത്തക്കവണ്ണം അതിന് കാരണമായ വിക്ഷേപശക്തിയെ തടയുകയാണ് ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നത്. ചിത്തേന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് പോകാതെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി യോഗി മനഃശുദ്ധിക്കായി യോഗം ശീലിക്കണം. അപാനനിൽ പ്രാണനെയും പ്രാണനിൽ അപാനനെയും ലയിപ്പിച്ച പ്രാണ അപാന ഗതിയെ നിരോധിക്കണം. അപ്പൊ സാധകൻ നിരപ്പായ ഒരു സ്ഥലത്ത് നിവർന്നിരുന്ന തൊഴുകൈകളോടു കൂടി ഇഷ്ടദേവതയെ പ്രണമിക്കണം. പഞ്ചദേവതകളായിരിക്കുന്ന മാതാപിതാ ഗുരു വിഘ്നേശ്വരൻ ഇഷ്ടദേവതയെ പ്രണമിച്ച് അനുഗ്രഹം വാങ്ങണം. അനന്തരം പ്രാണായാമം ചെയ്യണം. തുടർന്ന് ഒഡ്യാണബന്ധം, മൂലബന്ധം, ജാലന്തര ബന്ധം ഇത്യാദി ത്രിബന്ധങ്ങൾ ചെയ്യണം. ഈ അവസരം ഗുദം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കപ്പെടുന്നു. മൂലാധാരത്തിൽ നിന്ന് വായുവിനെ മേൽപോട്ടുയർത്തിയാൽ മനസ്സ് ഏകാഗ്രതയിൽ തനിയെ എത്തിച്ചേരുന്നു. ഇതെല്ലാം തന്നെ ഒരു ഗുരുവിന്റെ നിർദ്ദേശത്തോടു കൂടി ചെയ്യേണ്ടതാണ്. ഒഡ്യാണ ബന്ധം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വിക്ഷേപത്തെ മെരുക്കി മനസ്സിനെ സ്വപ്നാവസ്ഥയിൽ നിന്നും നിരോധിക്കുന്നു. മനസ്സിനെ പ്രാണനോടൊപ്പം ഹൃദയാകാശത്തിൽ ലയിപ്പിക്കുകയും സമാധി അഥവാ സുഷുപ്തി അവസ്ഥയെ ബന്ധിക്കുന്നതിനെ ജാലന്ധര ബന്ധനം എന്ന് പറയുന്നു. സംസാര ബന്ധത്തിൽ നിന്ന് മോചിക്കണമെന്ന തീവ്ര ഇച്ഛയുള്ള ഒരു മുമുക്ഷു ബന്ധത്രയത്താൽ സത്വരജസ് തമോ ഗുണങ്ങളാകുന്ന ത്രിഗുണങ്ങളെ ബന്ധിക്കണം. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരവുമായിട്ടുള്ള മനസ്സിന്റെ ബന്ധം വിടർത്തി വിഷ്ണുപാദത്തിൽ ലയിപ്പിക്കണം. അഷ്ടാംഗ യോഗത്തിലെ പ്രത്യാഹാരം ബന്ധമാണ്. മനസ്സിനെ സങ്കല്പ വികല്പങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ധാരണയും ധ്യാനവും ചെയ്യണം. ഒഡ്യാണ ബന്ധം എന്നാണ് ഇതിനെ പറയുന്നത്. മനസ്സിനെ ഹൃദയാകാശത്തിൽ വിലയിപ്പിക്കാനുള്ള സാധനയ്ക്ക് ജാലന്ധരം എന്ന് പറയുന്നു. ത്രിബന്ധങ്ങൾ മനസ്സ് പ്രാണനോടുകൂടി വിലയം പ്രാപിക്കുന്നു. ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്ക് ജാലന്ധര പീഠം, ഉഡ്യാണ പീഠം ഒക്കെ നമുക്കറിയാം. പൂർണ്ണഗിരി പീഠം 3 പീഠങ്ങൾ ശരീരത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. പ്രാണായാമം വഴി സൂര്യചന്ദ്ര നാടുകളിലെ പ്രാണന്റെ ഗതിയെ നിയന്ത്രിക്കുവാൻ സുഷുമ്നയിലൂടെ അടഞ്ഞുകിടക്കുന്ന ഭാഗം തുറക്കപ്പെടുകയും പ്രാണൻ സുഷുമ്നയിൽ പ്രവേശിക്കുകയും ചെയ്യും. ഈ വിധം പ്രാണവായു സഞ്ചരിക്കുന്നതോടുകൂടി 72,000 യോഗനാഡികളും ശുദ്ധമാവുകയാണ്. സുഷുമ്നാ നാഡിയിൽ ജീവശക്തിയായ ഒരു ചൈതന്യം പാമ്പിന്റെ ആകൃതിയിൽ മൂലാധാരത്തിൽ നിദ്ര ചെയ്യുന്നുണ്ട്. ഈ നിദ്രാവതിയെ ഉണർത്തിയാൽ അടികൊണ്ട പാമ്പിനെ പോലെ പൊടുന്നനെ മേൽപോട്ട് ത്വരിത ഗതി ആരംഭിക്കുന്നു. ബ്രഹ്മരന്ധ്രത്തിലെത്തി അത് പ്രയാണം നിർത്തുകയുള്ളൂ. ഈ അവസരത്തിൽ യോഗിക്ക് പലവിധത്തിലുള്ള അത്ഭുത സിദ്ധികളും ജ്ഞാനവും ഉണ്ടാകും. ഇപ്രകാരം കുണ്ടലിനി ഉണർന്ന ജ്ഞാനം വന്നു കഴിഞ്ഞാൽ മനസ്സിനെ നിശേഷം നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ടാണ് കുണ്ടലിനി ശക്തിയെ ഉണർത്തുകയാണ് യോഗി ചെയ്യേണ്ടുന്ന പ്രഥമ പ്രവൃത്തി എന്ന് പറയാൻ കാരണം. പ്രാണായാമത്തോടുകൂടി ജാലന്ധര ബന്ധവും ഒഡ്യാണ ബന്ധവും ചെയ്ത് കുംഭിപ്പിക്കണം. അതോടൊപ്പം തന്നെ മൂലബന്ധനം കൂടി ചെയ്യുക. ഇപ്പോൾ വായു കുണ്ടലിനിയുടെ മുഖത്ത് ആഞ്ഞടിക്കും. ഉടനെ തന്നെ വടികൊണ്ട് അടിച്ചാലെന്ന പോലെ ഉണർന്ന് ചീറ്റിക്കൊണ്ട് സുഷുമ്നാ മാർഗം അത് മേളിലേക്ക് പോകും. അങ്ങനെ മൂലബന്ധം കൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കുന്നു. ഒഡ്യാണ ബന്ധം കൊണ്ട് മനസ്സിന്റെ വിക്ഷേപങ്ങൾ നിലയ്ക്കുന്നു. ജാലന്ധര ബന്ധത്തോടുകൂടി സമാധി അവസ്ഥ ഉണ്ടാകുന്നു. ശ്വസന സമയത്ത് വായു ഇടയിലും പിങ്ങളയിലും മാത്രമേ പ്രവേശിക്കുന്നുള്ളൂ. സുഷുമ്നയുടെ മുഖം അടഞ്ഞാണ് കിടക്കുന്നത്. അവിടെ വായു പ്രവേശിക്കുന്നില്ല. ഇക്കാരണം കൊണ്ടാണ് മനസ്സ് സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ധത്രയത്താൽ ഇടാപിങ്കള പ്രാണനെ നിരോധിക്കുമ്പോൾ സുഷുമ്നയുടെ മുഖം തുറക്കും. പ്രാണസഞ്ചാരം സുഷുമ്നയിലൂടെ നടക്കുകയും ചെയ്യും. ഇതോടുകൂടി സർവ്വനാഡികളും ശുദ്ധീകരിക്കപ്പെടുന്നു. ഈ അവസരത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ കഴിയുന്നതാണ്. മൂലബന്ധം ചെയ്ത് വായുവെ മേൽപോട്ട് ഉയർത്തുമ്പോൾ വായു കുണ്ടലിനിയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്യുന്നു. ഇത് മുകളിലേക്ക് ഉണരുന്നു. ഇതോടുകൂടി യോഗിക്ക് പല അനുഭൂതികളും ജ്ഞാനവും ഉണ്ടാകുന്നു. കുണ്ടലിനി പ്രബോധത്തോടുകൂടി പ്രാണന് സുഷുമ്നയിൽ സ്ഥാനമില്ലാതാകുകയും പ്രാണൻ മനസ്സിനോടൊപ്പം വിഷ്ണുപദത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതാണ്
ലയസമാധി എന്ന് പറയുന്നത്. ഇതോടെ മനസ്സിന്റെ ബാഹ്യ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം ഇല്ലാതാകും. ഈ സമാധി വളരെ കാലം അനുഭവിച്ച സാധുവിന് വസ്തുജ്ഞാനമുണ്ടാകും. ക്രമേണ മുക്തിയും കൈവരും. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഈ പല പടവുകളും ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള യോഗ സമാധിയിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹം ഇതിൽ വിവരിച്ചിട്ടുണ്ട് പലതിലും. ഇപ്പൊ മോക്ഷഹേതുവായിരിക്കുന്ന കുണ്ടലിനിയുടെ കവാടം താക്കോൽ കൊണ്ടെന്ന പോലെ യോഗാഭ്യാസം കൊണ്ട് നമുക്ക് തുറക്കാൻ സാധിക്കും. മൂലാധാരത്തിൽ നിന്ന് ഉത്ഥാപിതമാകുന്ന വായുവിന്റെ താപമാണ് ഈ താക്കോൽ. മൂലബന്ധം തന്നെയാണ് താക്കോൽ. മൂഢന്മാരാകട്ടെ ഈ ശക്തിയെ അറിയുന്നു പോലുമില്ല. എത്രത്തോളം വിഷയാസക്തരാകുന്നു അത്രത്തോളം കുണ്ടലിനി തമോ ജാഡ്യം പ്രാപിച്ച ഗാഠനിദ്രയിൽ മുഴുകും. മന്ത്രമാണ് ഈ താക്കോൽ എന്ന് നമുക്ക് പറയാം. മന്ത്രത്തിലൂടെ മാത്രമേ നമുക്ക് മോക്ഷഹേതുവായിരിക്കുന്ന കുണ്ടലിനിയുടെ കവാടം തുറക്കാൻ സാധ്യമാവൂ. ജഡരാഗ്നിയുടെ ചൂട് അതാണ് കുണ്ടലിനിയുടെ കവാടം തുറക്കാനുള്ള കുഞ്ചിക അഥവാ താക്കോൽ. മൂലബന്ധം കൊണ്ട് ജഡരാഗ്നി തപിക്കും. മൂലബന്ധം തന്നെയാണ് മോക്ഷ കവാടത്തിന്റെ താക്കോൽ. മനസ്സാണ് ബന്ധത്തിനും മോക്ഷത്തിനും ഹേതുവായി തീരുന്നത്. മനസ്സിനെ നിർവിഷയമാക്കുമ്പോൾ മോക്ഷമായി. പ്രാണന്റെ ഗതി നിലച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ വിഷയത്തിലേക്ക് പോകാതെ സ്വസ്ഥാനങ്ങളിൽ അടങ്ങി നിൽക്കും. മനസ്സിന്റെ പ്രാണനോടൊപ്പമുള്ള നിശ്ചലാവസ്ഥയ്ക്ക് കേവല കുംഭകം സുഷുമ്ന പദത്തിലെ 4ാമത്തെ ചക്രമാണ് അനാഹതം എന്ന് പറയുന്നത്. ഈ സ്ഥാനം തന്നെയാണ് ഹൃദയാകാശം അല്ലെങ്കിൽ വിഷ്ണുപദം എന്ന് പറയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞ പൂരകം, കുംഭകം, രേചകം ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് മന്ത്രപൂരിതമായി മന്ത്രത്തോടുകൂടി ഉള്ളിലേക്ക് വായു എടുക്കുക. ആ കുംഭകമായിട്ട് 1 മിനിറ്റ് നിർത്തി വീണ്ടും ഒരു പ്രാവശ്യം മന്ത്രം ചെയ്യുക. വീണ്ടും രേചകം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുന്നത് മന്ത്രമായിട്ട് ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യം ഒരു മന്ത്രത്തിന്റെ ജപത്തോടുകൂടി ഈ എന്താ പറയാ ഈ ഒരു പ്രാണായാമ പദ്ധതിയെ പൂർത്തിയാക്കാം. അപ്പൊ മനസ്സ് പതുക്കെ പതുക്കെ നിശ്ചലമായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സാധകൻ പ്രഥമമായി ആർജിക്കേണ്ട ബോധം താൻ ശരീരമല്ലെന്നും മറിച്ച് ആത്മാവാണ് എന്നുള്ളതാണ്. അജ്ഞാനമാണ് ബന്ധ ദുഃഖങ്ങൾക്ക്, ജനന മരണങ്ങൾക്ക് മൂല കാരണമായിരിക്കുന്നത്. അപ്പൊ എപ്പോഴാണ് ഈ ആത്മബോധം കിട്ടുന്നത്? അപ്പോഴാണ് നമുക്ക് ഈ തലത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നത്. വിവേകസമ്പന്നന്മാരായ പുണ്യാത്മാക്കൾ ജഡദുഃഖ സ്വരൂപമായ അനാത്മാവിനെയും സത്യജ്ഞാനാനന്ദമയമായ ആത്മാവിനെയും തിരിച്ചറിഞ്ഞ് അനാത്മാവായിട്ടുള്ള ജഡത്തെ തള്ളി ആത്മാവിനെ നിരന്തര സാധനാനുഷ്ഠാനത്തോടുകൂടി സാക്ഷാത്കരിച്ച് കൃതകൃത്യന്മാരായി കഴിയുന്നു. ഇപ്രകാരമായി തീരുകയാണ് ജന്മസാഫല്യം. എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങൾക്കും കാരണം ശരീരബോധം മാത്രമാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. അവിവേകവും അജ്ഞാനവും നിമിത്തം ആഗ്രഹങ്ങളും വിചാരങ്ങളും ശരീരത്തിൽ ഞാനെന്നും എന്റേതെന്നുമുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നു. അജ്ഞാനം സത്യമായ ജ്ഞാനത്തെ മറച്ചുവെക്കുന്ന മായയാണ്. ഇത് അനാദിയും ഉള്ളതും ഇല്ലാത്തതെന്നും പറയുവാൻ കഴിയാത്തതും സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണസ്വരൂപമുള്ളതുമാവുന്നു. ഈ അജ്ഞാനം വ്യക്തിയെ അവിവേകിയും അഭിമാനവും രാഗാദി ദുർചിന്തകളും കർമ്മങ്ങളും കർമ്മഫലത്തിൽ ശരീരമെടുത്ത് ദുഃഖിക്കേണ്ടിയും വരുന്നു. പരബ്രഹ്മത്തിൽ ബോധമുറയ്ക്കുമ്പോൾ അഹന്തയും മമതയും നീങ്ങി ദുഃഖം നശിക്കും. കർമ്മം നിശേഷം നശിക്കുമ്പോൾ മാത്രമേ ജനന മരണ സ്വരൂപമായിരിക്കുന്ന ശരീരബന്ധം അവസാനിക്കുകയുള്ളൂ. ആത്മബ്രഹ്മൈക്യം പൂർണ്ണമാകുമ്പോൾ അജ്ഞാനം, അഹങ്കാരം, അവിവേകം, മനോവൃത്തി, അഭിമാനം, രാഗാദി വികാരങ്ങൾ ഇവയെല്ലാം തന്നെ നശിച്ച് പൂർണ്ണമായിട്ടില്ലാതാകും. അനാത്മ വിചാരം ചെയ്യാൻ കഴിയുന്നത് സാധനാ ചതുഷ്ടയത്തിലെ സമ്പത്ത് കൈവന്നവർക്ക് മാത്രമാണ്. സാധനാ ചതുഷ്ടയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നിത്യ വസ്തു വിവേകം. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സച്ചിദാനന്ദമായിരിക്കുന്ന ബ്രഹ്മം മാത്രം സത്യം, മറ്റുള്ളവയെല്ലാം മിഥ്യ എന്നുള്ള ഉറച്ച വിശ്വാസം. ആ ഒരു മുത്ര ഫല ഭോഗ വിരാഗം, അതായത് പ്രപഞ്ചത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, ആഭരണങ്ങൾ, സ്വർണം, ധനം, സ്ത്രീ തുടങ്ങിയ വസ്തുക്കളെ മലസദൃശ്യം വെറുക്കുന്നതിനെയാണ് ഈ പറയുന്ന ഇഹലോക വിരാഗം എന്ന് പറയുന്നത്. സ്വർഗം മുതൽ ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളിലും അപ്സരകന്യകൾ തുടങ്ങിയ സുഖഭോഗങ്ങളിലും വെറുപ്പുണ്ടാക്കുന്നതിനെ പരലോക വിരാഗമെന്നും അവ രണ്ടും കൂടി ഇഹമുത്ര ഫലം ഭോഗ വിരാഗമെന്നും പറയുന്നു. ശമാധി ഷഡ്ക സമ്പത്തി, അതായത് ശമം, ദപം, ഉപരതി, തിതിക്ഷ, സമാധാനം, ശ്രദ്ധ ഇവയാണ് ശമാധി ഷഡ്ക സമ്പത്തി എന്ന് പറയുന്നത്. ശമം എന്ന് പറഞ്ഞാൽ അന്തരിന്ദ്രിയ നിഗ്രഹം. ദമം ലൗകിക ധർമ്മങ്ങളുടെ സേവനം പരിപൂർണമായി ഒഴിവാക്കി ശ്രവണം, മനനം, നിധിധ്യാസനം എന്നിവയിൽ മനസ്സുറയ്ക്കുമ്പോൾ മനസ്സ് താനെ അടങ്ങുന്നതും
ഉപരതി ശ്രവണ മനനാദികളിൽ നിധിധ്യാസങ്ങളിൽ മനസ്സ് സദാ വർത്തിക്കുന്ന മനസ്സിനെ ഉപരതി എന്നും പറയാം. കഠിനമായ ചൂടും തണുപ്പും സഹിച്ചും അവയെക്കുറിച്ചുള്ള ചിന്തയും ആവലാതിയും മറന്ന് ഓടയിലെ വെള്ളവും ഗംഗയിലെ ജലവും തുല്യമായി അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥയെ, അല്ലെങ്കിൽ എന്തും സഹിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരുടെ അപരാധങ്ങൾ പൊറുക്കുക, ഇതാണ് തിദിക്ഷ. എപ്പോഴാണ് മനസ്സ് ശരീരബോധത്തിലേക്കും ലൗകിക വിഷയങ്ങളിലേക്കും പതിച്ചു പോയാൽ ഉടൻ തന്നെ മനസ്സിനെ വലിച്ചെടുത്ത പൂർവ്വസ്ഥിതിയിൽ നിർത്താൻ കഴിയണം. ഇതിനെയാണ് നമ്മൾ സമാധാനം എന്ന് പറയുന്നത്. ഗുരുവചനങ്ങളിലും വേദാന്ത ശാസ്ത്രവാക്യങ്ങളിലുമുള്ള ശ്രദ്ധയാണ് ശ്രദ്ധ. മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിന് അതിതീവ്രമായിട്ടുള്ള ഇച്ഛയുണ്ടാകുന്നത് തന്നെയാണ് മുമുക്ഷുത്വം. ഇപ്പൊ സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളാകുന്ന ശരീരത്രയങ്ങളിൽ നിന്നും പഞ്ചകോശങ്ങളിൽ നിന്നും, അതായത് അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഇതിൽ നിന്ന് അന്യമായി അവസ്ഥാത്രയങ്ങൾ, അതായത് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികൾക്ക് സാക്ഷി രൂപേണ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ജ്യോതി സ്വരൂപം തന്നെയാണ് ആത്മാവ്. ഈ ആത്മാവ് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, തീയിൽ വേകുന്നില്ല, ജലത്തിൽ നനയുന്നില്ല, സ്ത്രീയോ പുരുഷനോ അല്ല, ആദിയും അന്തവുമില്ല. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും പുറത്തും അകത്തുമായി പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നു. സൂക്ഷ്മ ശരീരത്തിന് 17 അവയവങ്ങളുണ്ട്. അവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചപ്രാണന്മാര്, മനസ്സ്, ബുദ്ധി എന്നിവ. ഈ സൂക്ഷ്മ ശരീരത്തെ തന്നെയാണ് ലിംഗശരീരം എന്ന് പറയുന്നത്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ 4 ശക്തികളെയും കൂടി അന്ധക്കരണം എന്ന് പറയുന്നു. മനസ്സ് കണ്ഠത്തിലും ബുദ്ധി മുഖത്തും ചിത്തം നാഭീസ്ഥാനത്തും അഹങ്കാരം ഹൃദയസ്ഥാനത്തും അധിവസിക്കുന്നു. സംശയം, നിശ്ചയം, ധാരണ, അഭിമാനം ഇവ അവയുടെ വിഷയങ്ങളാണ്. മനസ്സ് സംശയ സ്വരൂപവും ബുദ്ധി നിശ്ചയാത്മികയും ചിത്തം ധാരണാ സ്വരൂപവും അഹങ്കാരം അഭിമാന സ്വരൂപവുമാകുന്നു. വിഷയങ്ങളെ മറക്കാതെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്തവും അഭിമാനിച്ചു കൊണ്ടിരിക്കൽ അഹങ്കാരത്തിന്റെയും സ്വരൂപമാണ്. ചിത്തം ബുദ്ധിയിലും അഹങ്കാരം മനസ്സിലും ഒതുങ്ങുന്നു. മനസ്സും ബുദ്ധിയും 4 സ്വരൂപങ്ങളുടെ ഒരു മിശ്രിതമാകുന്നു. കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത വിഷയത്തെ പോലും ഓർക്കുവാൻ ബുദ്ധിക്കും കഴിയുമ്പോൾ ചിത്തത്തിന് പരിചയിച്ച വിഷയങ്ങൾ മാത്രം സ്മരിക്കാനേ സാധിക്കുകയുള്ളൂ. മനസ്സ് അകത്തും പുറത്തും ഒരുപോലെ സങ്കല്പിക്കുന്നു. പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗത കൂടിയ ശക്തിമത്തായത് മനസ്സ് തന്നെയാണ്. മനസ്സൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം മനസ്സിന്റെ സൃഷ്ടിയാണ്. മനസ്സിനെ സൂക്ഷ്മാർത്ഥത്തിൽ പരാശക്തിയിലും മനസ്സിന്റെ ത്രിഗുണങ്ങളെ ത്രിമൂർത്തിയിലും കൽപ്പിക്കണം. വേദശാസ്ത്ര പ്രകാരം ദേവേന്ദ്രനാണ് മനസ്സ്, ഇന്ദ്രാണി ബുദ്ധിയും ആണ്. അഹങ്കാരമാകട്ടെ അനാത്മവസ്തുക്കളിൽ ആത്മഭാവത്തെ അഭിമാനിക്കുന്നു. ഇത്തരം ഭാവങ്ങളെല്ലാം കൂടി ചേർന്നതാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. മനസ്സിന്റെ അതിദേവത ചന്ദ്രനാണ്, ബുദ്ധിയുടേത് ബ്രഹ്മാവാണ്, അഹങ്കാരത്തിൻ്റെത് രുദ്രനാണ്. വിഷ്ണു, അതായത് ക്ഷേത്രജ്ഞൻ എന്ന് നമ്മൾ പറയാറുണ്ട്, ചിത്തത്തിന്റെ അതിദേവതയാണ്. ആത്മാവ് നിത്യമാണെന്ന് നമ്മൾ കണ്ടു. ശരീരമാകട്ടെ ജനിക്കുന്നതിന് മുമ്പോ മരിച്ചു കഴിഞ്ഞതിന് ശേഷമോ ഇല്ലാത്ത അനിത്യമായിട്ടുള്ള ഒരു വസ്തുവാണ്. മാതാപിതാക്കളുടെ അന്നം പരിണമിച്ചുണ്ടാകുന്ന രജശുക്ലങ്ങൾ കൂടിച്ചേർന്നുണ്ടായതാണ്. അന്നം എന്ന് പറയുന്നത്, അന്നം കൊണ്ട് വളരുന്നതാണ് ശരീരം. അന്നമില്ലെങ്കിൽ നശിക്കുന്നതുമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ശരീര അവയവങ്ങൾക്ക് പൂർണ്ണ ബലം കൊടുത്ത ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന പ്രാണമയ കോശവും ചൈതന്യമില്ലെങ്കിൽ ആത്മാവല്ല. ശരീരത്തിലും കുടുംബത്തിലും താനെന്നും തൻ്റേതെന്നുമുള്ള ഭാവത്തെ നിലനിർത്തുകയും കാമാതി ദുർവിചാരങ്ങളെ കൊണ്ട് ഭ്രാന്തമായ മനസ്സാകുന്ന മനോമയ കോശവും ആത്മാവല്ല. ജാഗ്രതാവസ്ഥയിൽ ശരീരം മുഴുവനും വ്യാപിച്ചും സുഷുപ്തിയിൽ ലയിച്ചുമിരിക്കുന്ന വിജ്ഞാനമയ കോശവും ആത്മാവല്ല. അന്തർമുഖ വൃത്തി സ്വരൂപേണ ഭോഗാനുഭവത്തിലും സുഷുപ്തിയുടെ അവസാനം വരെ വ്യാപിച്ചു നിൽക്കുന്ന ആനന്ദമയ കോശവും ആത്മാവല്ല. അന്നമയ കോശത്തിനുള്ളിൽ പ്രാണമയ കോശവും, പ്രാണമയത്തിന്റെ ഉള്ളിൽ മനോമയവും, മനോമയത്തിനുള്ളിൽ വിജ്ഞാനമയ കോശവും, വിജ്ഞാനത്തിനുള്ളിൽ ആനന്ദമയ കോശവും ഒരു ഉറകൾക്കുള്ളിലെ ഉറകൾ പോലെ വർത്തിക്കുന്നു. അനാത്മാവായിരിക്കുന്ന ശരീരത്രയം മിഥ്യയും ജഡവും നാശമുള്ളതുമാണെന്നും അവ ഒരിക്കലും ആത്മാവാകില്ലെന്നും മനസ്സിലാക്കണം. ലൗകികർ ഈ സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മന്ത്രം എന്താണ്, നമുക്ക് കഠിനമായിരിക്കുന്ന രോഗങ്ങൾ വരുമ്പോഴും നമുക്ക് ദുഃഖങ്ങൾ വരുമ്പോഴും മാത്രം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതെ സദാ ഈശ്വര ധ്യാനത്തിലും ഈശ്വര ചിന്തയിലും മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും ഈ പറയുന്ന മനസ്സിന് ഒരു ബലം കിട്ടുകയും ആ ഒരു ഈശ്വരനെ തന്നെ സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിന് ജീവൻ മുക്തിയും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. മരണത്തിന് ശേഷം നമുക്ക് ഈ പറയുന്ന ശരീരമാകുന്ന ഉപാധി ഇല്ലാത്തത് കൊണ്ട് സാധനാനുഷ്ഠാനങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ
ഈ എന്താ പറയുക, ഈ ഉപായങ്ങൾ, അതായത് ജീവൻ മുക്തിക്കുള്ള ഉപായങ്ങൾ, തത്വജ്ഞാനം, മനോനാശം, വാസനാക്ഷയം, ഇപ്രകാരം ഈ 3 കർമ്മങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ചെയ്യുക. ഇവ മൂന്നും ഒരേ സമയം വളരെ കാലം അഭ്യസിക്കുന്നതിലൂടെ ഏതൊരാൾക്കും ലക്ഷ്യം നേടാനാകും. ഇവ മൂന്നും ഒരേ കാലം ആവർത്തിച്ച് അഭ്യസിക്കാത്തവർക്ക് 100 വർഷം കഴിഞ്ഞാലും ജീവൻ മുക്തി ലഭ്യമാകുന്നില്ല. മാത്രമല്ല അനേക ജന്മങ്ങൾ എടുക്കേണ്ടതായും വരുന്നു. മന്ത്രങ്ങൾ ഉരുവിടേണ്ട നിയമം, ഉച്ചാരണ ശുദ്ധി ചേർത്ത് ജപിക്കേണ്ടവ അപ്രകാരം ചെയ്യുക, കൃത്യമായ എണ്ണം പാലിക്കുക, ഇതൊക്കെ തന്നെ കൃത്യമായി പാലിക്കപ്പെടേണ്ടതാണ്. മേൽപ്പറഞ്ഞവ മൂന്നും ഒരുമിച്ച് വളരെ കാലം അഭ്യസിക്കുന്നതിലൂടെ ഹൃദയഗ്രന്ഥികൾ പൊട്ടി തകരുകയും ആ കഴിഞ്ഞ അനേക ജന്മത്തിലെ സംസാരബന്ധം തകരുകയും ചെയ്യുന്നു. വിചാരം ചെയ്യാനുള്ള കഴിവുള്ള, അല്ലെങ്കിൽ മനനം ചെയ്യാൻ കഴിവുള്ള സൂക്ഷ്മമായിരിക്കുന്ന ഒരു ജഡസംഘാതം, അതിനുള്ളിലാണ് നമ്മുടെ ഈ മനസ്സ് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഓരോ സാധകനും ഓരോ വ്യക്തിയുടെയും പുരുഷാർത്ഥങ്ങളിലെ പരമമായിരിക്കുന്ന ലക്ഷ്യം മോക്ഷമാണെന്നും കാമം, അർത്ഥം മുതലായവയെല്ലാം, ധർമ്മം, അർത്ഥ, കാമങ്ങളെല്ലാം തന്നെ ഭൗതിക ജീവിതത്തില് ചെയ്തുകൊണ്ട് മുമുക്ഷുവായി ആ മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മൾ സഞ്ചരിക്കണം എന്നുള്ള ഒരു ഉദ്ബോധനമാണ് സനാതന ധർമ്മം, അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു ധർമ്മം ഓരോ വ്യക്തിക്കും നൽകുന്നത്. അതനുസരിച്ച് സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. നമ്മുടെ ഇഷ്ടദേവത, നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളിലൂടെ ഇഷ്ടദേവതാ പ്രാപ്തി ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കിട്ടി. ആ ഇഷ്ടദേവതയുടെ അനുഗ്രഹത്തോടു കൂടി ഏത് ലോകത്തിലേക്കാണോ ജീവനെ കൊണ്ടുപോകേണ്ടത്, ആ ജീവനെ ആ ലോകത്തിൽ എത്തിക്കാൻ ആ ദേവതയ്ക്ക് സാധിക്കുമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. പരാശക്തി എന്ന് പറയുന്ന ആ പൂർണ്ണമായിരിക്കുന്ന എല്ലാവരിലും നിലനിൽക്കുന്ന ആ അമ്മ, അതായത് ശ്രീമാത്രേ നമ എന്ന് പറയുമ്പോൾ അമ്മയാണ് അല്ലേ ദേവി. അപ്പൊ അച്ഛനായിരിക്കുന്ന ശിവനും നമ്മുടെ ശരീരത്തിൽ തന്നെ സഹസ്രാര പത്മവും കുണ്ടലിനി ശക്തിയുമായിട്ട് നിലനിൽക്കുന്നു. ഈ അമ്മയെ എപ്പോഴാണോ ഈ കുണ്ടലിനി ശിവനുമായിട്ട് സംയോഗം നടത്തി ആ പൂർണ്ണമായിരിക്കുന്ന ശരീരബോധത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ആത്മജ്ഞാനം എന്ന് പറയുന്ന പ്രകാശം നമ്മുടെ ഉള്ളിൽ തെളിയിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സാധനാ മാർഗങ്ങളെല്ലാം തന്നെ. ഈ സാധനാ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ആ ഒരു മുമുക്ഷുത്വം എന്താണെന്ന് അറിഞ്ഞ് അനുഭവമാകുമ്പോൾ ഇവിടെ ചോദ്യോത്തരങ്ങളെല്ലാം തന്നെ പൂർണ്ണമാകുന്നു. ആ ഒരു സമാധി അവസ്ഥയിലേക്ക് ജീവൻ എത്തിച്ചേരുന്നു. ഇത് തന്നെ പൂർണ്ണമായിരിക്കുന്ന മോക്ഷാവസ്ഥ. ഈ വിഷയം ഇന്നിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.